എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 3 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇ.പി. രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമികൾ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡൗസൺ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശിയായ അച്ചടിശാല? ആൻസർ ഓപ്ഷൻ സി ആണ്, സെൻറ്റ് ജോസഫ് പ്രസ്. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം? ആൻസർ ഓപ്ഷൻ സി ആണ്, ധോളവീര. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്ക്? ആൻസർ ഓപ്ഷൻ ബി ആണ്, യൗദേയർ. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം? ആൻസർ ഓപ്ഷൻ ഡി, ദാമിൻ കോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സൗമൻ സെൻ. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല? ആൻസർ ഓപ്ഷൻ സി ആണ്, സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാവേരി. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഫ്ഗാനിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഭംഗർ. ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുംഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല? ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിനുദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആരവല്ലി. സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 3. 1. ഉപദ്വീപീയ പീഠഭൂമികൾക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. 3. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം? ആൻസർ ഓപ്ഷൻ എ ആണ്, മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബെൽഹാം സമ്മേളനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സരോജിനി നായിഡു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1913.
മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2005. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മാഡം ഭിക്കാജി ഗാമ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കോ വാറൻറ്റോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 86-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗവർണർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടെ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പാമ്പാടും ചോല. അർജുന അവാർഡ് നേടിയ KC ഏലിയമ്മയെക്കുറിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം ശരിയാണ്. 1. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. 2. വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധയായി. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3 മാത്രം ശരി. 3. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വേമ്പനാട്ട് കായൽ. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ സി ആണ് നീണ്ടകര. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. 2. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. 3. കമ്പം ചുരം തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം, മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ചിന്നാർ വന്യജീവി സങ്കേതം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 2 മാത്രമാണ്. 2. വയനാട് തമിഴ്നാട്, കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. കേരളത്തിലാദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം 4ഉം ശരി. 1. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ആപ്തവാക്യം. 3. കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. 4. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന? ആൻസർ ഓപ്ഷൻ സി ആണ് സമത്വ സമാജം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി അസർബൈജാൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്?
ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. വാഗൺ ട്രാജഡി, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം, കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന കലാപം. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന. ആൻസർ ഓപ്ഷൻ സി ആണ്, വാല സമുദായ പരിഷ്കരണ സഭ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളുടെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരിവേട്ട. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട്. പൊയ്കയിൽ ശ്രീ കുമാരദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രത്യക്ഷരക്ഷ ദൈവസഭ. ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൊൽക്കത്ത. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, DDT. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തൈമിൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജീവകം C. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, H5N1. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വസ്തുവിൻ്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലനകോണും തുല്യമാകുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എപ്പോഴും തുല്യമാണ്. ഒരു കലോറി എത്ര ജൂളാണ്? ആൻസർ ഓപ്ഷൻ സി, 4.2 ജൂൾ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ധാതുക്കളും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു ആറ്റത്തിൻ്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 18. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിൻ്റെ വേഗത എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 60 കിലോമീറ്റർ പെർ മണിക്കൂർ. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10. 2/7ൻ്റെയും 1/4ൻ്റെയും തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 15/28. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45 വർദ്ധിച്ചു എങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 65. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 128. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 110. 20, 40 എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് 120. 0.061 ഇൻറ്റു 1.3 എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 0.0793. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1. അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുന്നുവെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 60. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 42. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 500. 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ അടുത്ത 20 പദങ്ങളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 730. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 64 ആയാൽ സംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 5. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാഗം 36 കിലോഗ്രാമായി. ടീച്ചറുടെ ഭാരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 66 ആണ്. 2, 6, 12, 20, 30 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 42 ആണ്. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 120. 99ാമത്തെ ക്വസ്റ്റ്യൻ. 15 ഇൻറ്റു 6 പ്ലസ് 120 ഡിവൈഡഡ് ബൈ 4 മൈനസ് 50. ആൻസർ ഓപ്ഷൻ ഡി ആണ് 70. അടുത്ത ചോദ്യം. 2/10 എത്ര കൂട്ടിയാലാണ് 2/11 കിട്ടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2/10 തന്നെ. ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്.